പത്തനംതിട്ട റാന്നിയിലെ വള്ളക്കടവ് മാടവൻ പാലം യാഥാർത്ഥ്യമാകുന്നു. റാന്നി MLA പ്രമോദ് നാരായണന്റെ ശ്രമഫലമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ മണ്ണ് പരിശോധന നടത്തി. കടത്തുവെള്ളം നിലച്ച് യാത്രാ ദുരിതം നേരിടുന്ന ഒരു ജനതയ്ക്കാണ് ഇതോടെ ആശ്വാസമാകുന്നത്. പമ്പയുടെ തീരത്ത് റാന്നി മാടമണ്ണിലാണ് വിശ്വഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു കൺവെൻഷൻ നടക്കുന്നത്. ഇവിടെയാണ് ഈ കൺവെൻഷൻ നഗറിലാണ് കാലാകാലങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഒരു പാലം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത്. നമ്മളോടൊപ്പം ചേരുന്നത് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനാണ്. എങ്ങനെയാണ് MLA ഈ പാലം യാഥാർത്ഥ്യമാകുന്നത്? ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മാനവകുലത്തിന്റെ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. സോദരത്വേന എന്ന ആശയം കേരളത്തിന് നൽകുകയും കേരളത്തിന്റെ പിന്നീടുള്ള സാമൂഹ്യ ആഖ്യാനങ്ങളുടെ എല്ലാം ആധാരമായി ഒരുമയുടെയും മാനവികതയുടെയും അടിത്തറ സൃഷ്ടിക്കുകയും ചെയ്ത ഗുരുദേവനുള്ള ഒരു വലിയ സമർപ്പണമാണ് മാടമൺ പാലം. മാടമൺ ശ്രീനാരായണ കൺവെൻഷൻ ഒരു വലിയ ചരിത്രമുള്ള കൺവെൻഷനാണ്. ആ കൺവെൻഷന്റെ സ്ഥലത്തേക്ക്, കൺവെൻഷൻ നഗറിലേക്ക് എല്ലാ വർഷവും റാന്നി SNDP യൂണിയൻ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചാണ് ഗുരുദേവനെ കുറിച്ചുള്ള സംവാദങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും വെളിച്ചം ഉള്ളിൽ കയറാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഈ പുഴ കടന്ന് എത്തുന്നത്. കൺവെൻഷൻ ഇല്ലാത്ത സമയത്തും ഇരുകരയിലുമുള്ള ആളുകളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ ആവശ്യമാണ് കടത്തുകൂടി നിന്നു പോയതിനാൽ പരസ്പരം ബന്ധമില്ലാത്ത ഇരുകരകളിലെയും ആളുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടാകണം. ഇവിടെ ഒരു PWDയെ കൊണ്ട് ഒരു വലിയ പാലം നിർമ്മിക്കാൻ നമ്മൾ ആലോചിച്ചിരുന്നു. അതിനുള്ള എസ്റ്റിമേറ്റ് കൂടി അന്ന് പെരുന്നാട് ഗ്രാമപഞ്ചായത്തുമായി അതിന്റെ ചുമതലയിലുണ്ടായിരുന്ന ശ്രീ PS മോഹൻ ഉൾപ്പെടെ ഞങ്ങൾ മുൻകൈ എടുത്ത് ഗവൺമെന്റിനെ സമീപിച്ചു. എന്നാൽ ഇവിടെ ഒരു പാലം അനുവദിച്ചു വരുന്നതിന് കോടിക്കണക്കിന് രൂപ വേണ്ടിവരുമെന്ന് മാത്രമല്ല, കാലതാമസവും പ്രയാസകരമായിരിക്കുന്ന കണ്ടപ്പോഴാണ് എന്താണ് മാർഗം എന്ന് ആലോചിക്കുകയും MLAയുടെ ആസ്തി വികസന ഫണ്ട് ലഭിക്കുന്നത് 5 കോടിയാണ്. 5 കോടി രൂപയും പൂർണ്ണമായി ചെലവഴിച്ചുകൊണ്ട് രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റീൽ നിർമ്മിത പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിന് പ്രത്യേകമായ അനുമതി ധനകാര്യ വകുപ്പിന്റെ വേണ്ടി വന്നു. കാരണം പൂർണ്ണമായ 5 കോടിയും ഒരു പ്രവൃത്തിക്കായി നിയോഗിക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ അനുമതി വേണമായിരുന്നു. ആ അനുമതി ലഭ്യമാക്കി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും നേടി ടെൻഡർ ചെയ്തു. എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് ആദ്യഘട്ടത്തിൽ ടെൻഡറിൽ ക്വാളിഫൈ ചെയ്തത്. എന്നാൽ അവർക്ക് സമയബന്ധിതമായി ഇത് ആരംഭിക്കാൻ കഴിയാതെ വന്നതിനാൽ സെക്കൻഡ് ലോവസ്റ്റായി വന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള എന്ന പൊതുമേഖലാ സ്ഥാപനത്തെയാണ് പ്രവൃത്തി ഇപ്പോൾ നൽകാൻ കളക്ടറാണ് ഭരണാനുമതി നൽകുന്നത്. കളക്ടറുടെ നേതൃത്വം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് ആ പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. അതിന്റെ സോയിൽ ടെസ്റ്റ് ഇന്ന് നടത്തുന്നു. അങ്ങനെ പ്രവൃത്തികൾക്ക് കൺവെൻഷന് മുമ്പായി തന്നെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ ആഹ്ലാദമുണ്ട്, അഭിമാനമുണ്ട്. മാടമൺ കൺവെൻഷനിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഈ പാലത്തിലൂടെ സഞ്ചരിച്ച് അവിടെ എത്താൻ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹവും സ്വപ്നവും. ഒപ്പം ഇരു കരകളെയും അവരുടെ ഹൃദയങ്ങൾ എന്ന പോലെ അവരുടെ യാത്രകളും സുഗമമാക്കി പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയണം. സമയബന്ധിതമായി പാലത്തിന്റെ നിർമ്മാണം നടത്താനും ഇതുവരെയുള്ള നടപടികൾ എങ്ങനെയാണോ ജാഗ്രതയോടെ ഇടപെട്ടത്, തീർച്ചയായും തുടർന്നും അതിലും ഇടപെടും. റാന്നി SNDP യൂണിയന്റെയും പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന്റെയും ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരുടെയും പിന്തുണ ഈ ജനകീയ ആവശ്യം നടപ്പിലാക്കുന്നതിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതിനിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നിരവധി തോടുകളും പാലങ്ങളുമുള്ള ഒരു പ്രദേശമാണ് റാന്നി. അവിടെയാണ് ജനകീയ പക്ഷത്തു നിന്നും MLA ഒരു പാലം കൂടി യാഥാർത്ഥ്യമാക്കുന്നത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം J, പത്തനംതിട്ട.